ആഗോളതലത്തിലെ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുകയും യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. ഡ്രോൺ ശേഷി വേഗത്തിൽ വികസിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രാജ്യം ഇപ്പോൾ. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി ഉണ്ടാകുന്ന സൈനിക സംഘർഷം, 2021 ജമ്മു വ്യോമസേനാ സ്റ്റേഷനിലുണ്ടായ ഡ്രോൺ ആക്രമണം, 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നുണ്ടായ സുരക്ഷാ ആശങ്കകൾ എന്നിവയൊക്കെയാണ് രാജ്യത്തെ സ്വയം പര്യാപ്തമായ ഡ്രോൺ സാങ്കേതികവിദ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സമീപകാല സൈനിക സംഘർഷങ്ങളൊക്കെ തന്നെയും പ്രതിരോധ രംഗത്ത് കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തുന്നവയാണ്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തന്നെ ആളില്ലാ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നവയാണ്. ഒരു കാലത്ത് യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിച്ചിരുന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും പീരങ്കിപ്പടകളും മിസൈൽ സംവിധാനങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് ആധുനിക യുദ്ധരംഗത്തെ ഏറ്റവും ശക്തവും നിർണായകവുമായ ആയുധങ്ങളിലൊന്നായി ഡ്രോണുകൾ മാറുകയാണ്. പ്രതിരോധ രംഗത്തെ രഹസ്യാന്വേഷണം, നിരീക്ഷണം, കൃത്യതയുള്ള ആക്രമണം, ഇലക്ട്രോണിക് യുദ്ധം തുടങ്ങി വിവിധ മേഖലകളിൽ ഡ്രോണുകൾ ഇന്ന് നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോഴിതാ $2 ബില്യൺ ചിലവഴിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ ശേഖരം സൃഷ്ടിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. പുതിയ ഡ്രോൺ ശേഖരം രഹസ്യാന്വേഷണം, നിരീക്ഷണം, ലക്ഷ്യബദ്ധമായ ആക്രമണങ്ങൾ തുടങ്ങിയ വിവിധ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുവാനാകും ലക്ഷ്യമിടുന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന MQ-9B പ്രഡേറ്റർ ഡ്രോണുകൾക്കും ഈ ആഭ്യന്തര സംവിധാനങ്ങൾ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ആഭ്യന്തര വികസനം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. മാത്രമല്ല, ഡ്രോൺ ശക്തി മിഷൻ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി, പ്രതിരോധ സംഭരണ നടപടിക്രമങ്ങളിലെ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെ വിദേശ ആശ്രയത്വം കുറയ്ക്കുകയും ആഭ്യന്തര വ്യവസായത്തെ ശക്തിപ്പെടുത്തുവാനും രാജ്യം ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാവശ്യമായ ഡ്രോൺ സംവിധാനം രാജ്യത്തിനുള്ളിൽ തന്നെ വികസിപ്പിക്കുക എന്ന ദീർഘദൂര ലക്ഷ്യമാണ് ഇന്ത്യ ഇതിലൂടെ കൈവരിക്കാനൊരുങ്ങുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് ഒപ്പം തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യയും ഇന്ന് ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശത്രു ഡ്രോണുകളെ കണ്ടെത്തുക, അവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, ആവശ്യമെങ്കിൽ അവയെ നിർവീര്യമാക്കുക എന്നീ സംവിധാനങ്ങളാണ് ഈ സാങ്കേതികവിദ്യയിലൂടെ നടപ്പിലാക്കുന്നത്. യുദ്ധത്തിന്റെ സ്വഭാവം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രോണുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും സൈബർ സുരക്ഷാ സംവിധാനങ്ങളും ഭാവിയിലെ യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്.